കേരളത്തിൽ മഴയെത്തി തുടങ്ങുമ്പോൾ പ്രകൃതി ഒരു പുതിയ കഥ എഴുതാൻ തുടങ്ങുന്ന പോലെയാണ്. മലകളും താഴ്വാരങ്ങളും പച്ചപ്പിൻ്റെ കൂടുതൽ ഗാഢമായ നിറങ്ങൾ അണിയും. മേഘങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കാറ്റിനു പോലും ഒരു പ്രത്യേക തണുപ്പും സുഗന്ധവും കൈവരും. ആ മഴക്കാല സൗന്ദര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം തേടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതും നമ്മുടെ സ്വന്തം മൂന്നാറിൻ്റെ സൂര്യനെല്ലിയിലേക്ക്. ഇവിടെയാണെങ്കിലോ മഞ്ഞും മഴയും കാറ്റും മാറി മാറി അത്ഭുതങ്ങൾ കാണിച്ചു തരും. പിന്നെ എൻ്റെ ഓരോ യാത്രാനുഭവത്തിലും അവിടുത്തെ നമ്മൾ പോകുന്ന ആ സ്ഥലത്തുള്ള ജീവിത രീതികളും അവിടുത്തെ ആ ലൊക്കാലിറ്റി എല്ലാം കാണാനായിട്ടും അതിനെപ്പറ്റി പഠിക്കാനായിട്ടും ഒരുപാട് ശ്രമിക്കാറുണ്ട്. അതുതന്നെയാണ് ഓരോ യാത്രയുടെയും പ്രധാന ലക്ഷ്യവും. പ്രകൃതിയെ നമ്മൾ എത്രത്തോളം അടുത്തറിയുന്നോ അതുപോലെ തന്നെ അവിടെ ജീവിക്കുന്ന മനുഷ്യരെയും നമ്മൾ അടുത്തറിയണം. അങ്ങനെ നമ്മൾ മൂന്നാറ് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ സൂര്യനെല്ലിയിലേക്കുള്ള റോഡിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ റോഡാണ് കേട്ടോ. അതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ആണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാറിലെ കോട കണ്ടോ? കോട ആംബിയൻസ് കണ്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കുക. സമയം ഏകദേശം 12 മണിയാട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണി. ആംബിയൻസ് ഉണ്ടല്ലോ. കോട എന്താണ് നമുക്ക് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. രാവിലത്തെ ഫ്രഷ്നെസ് പോലെയുണ്ട് ശരിക്കും. സി ദിസ് ഈസ് മൈ വെൽക്കം ഡ്രിങ്ക്. സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ട്രീറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ നേച്ചറാണ്. ഈ നേച്ചറിൻ്റെ കൂടെ ഇത് ഈ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു വാട്ടർമെലോൺ ജ്യൂസും കൂടെ കുടിച്ച് എങ്ങനെയുണ്ടാവും. അപ്പം നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലമാണ് ഇവിടെ. ഈ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, ആ എസ്റ്റേറ്റിലേക്കും പിന്നെ നമ്മൾ വന്ന റോഡുമാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇപ്പോൾ നമ്മുടെ മെയിൻ കോട്ടേജ് അല്ലെങ്കിൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെയും കുറേ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലാതെ നമ്മുടെ റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ലക്ഷറി പ്രീമിയം റൂംസാണ് എല്ലാം കേട്ടോ. ആംബിയൻസ് എല്ലാം കണ്ടോ കേട്ടോ. എൻ്റെ വാഷ്റൂം എന്ന് പറയുന്നത് മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്. ഈ ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കിയേ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇവിടെ. ഇത്ര നേരം കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. കോട ദേ വന്നുകൊണ്ടിരിക്കുന്നു ബാക്കിൽ കേട്ടോ. കിടിലൻ വൈബ്. ഇപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയുണ്ട്. ഈവനിങ് പറ്റിയ സ്വിമ്മിംഗ് പൂളിലൊന്ന് കുളിക്കണമെന്നുണ്ട്. നോക്കാം. നല്ല തണുപ്പത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളി എങ്ങനെയുണ്ടാവും? അതെ, മരവിച്ച് പോവും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. ഹ്യൂജ് റെസ്റ്റോറൻറ്റാണ്, വലിയ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്താണ് ഫുഡ് വേണ്ടത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി തരും. പക്ഷേ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചോറും ചിക്കൻ കറിയും ചെറിയൊരു ഉപ്പേരി മാത്രം മതി, വേറെ ഒന്നും ഹെവി ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രോപ്പർട്ടി ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളതിനെ പറ്റി പറയാം. അവിടെ ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട്. ആ ടീമിൻ്റെ പേര് ട്രാവോ ഫയൽ എന്നാണ്. അതിൻ്റെ CEO ചന്ദ്രു, പുള്ളിയാണ് ഇത് എന്നോട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്, പോയി കണ്ടു നോക്കി എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ചിന്നക്കനാൽ കഴിഞ്ഞിട്ടാണ്, ചിന്നക്കനാൽ സൂര്യനെല്ലി എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലെന്ന് പറയുന്നത്
ഒരു എന്താ പറയുക, ഈ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാർട്ടേഴ്സാണ്. അതല്ലാതെ വേറൊന്നും അങ്ങനെ ഇല്ല. പിന്നെ നമുക്കിവിടെ ഒരു ട്രക്കിംഗ് ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു ഗൈഡ് വരും. ഒരു 4 മണിയുടെ ചായ കഴിയുമ്പോൾ ഇവിടെ ഒരു ഗൈഡ് വരും. ആ ഗൈഡിൻ്റെ കൂടെ നമുക്കിവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്താ പേര് പറഞ്ഞു മറന്നുപോയി. സോ ആ പോയിന്റിലേക്ക് നമുക്ക് ട്രക്കിംഗ് മീൻസ് ജസ്റ്റ് വാക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. അവിടെ കോടയൊന്നും ഇല്ലെങ്കിൽ കിടിലം വ്യൂ ആകുമെന്നാണ് പറഞ്ഞത്. ആ വ്യൂവും കണ്ടിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതല്ലാതെ ക്യാമ്പ് ഫയർ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മൂന്നാർ കറങ്ങുക എന്നുള്ളതല്ല, എന്താണ് മൂന്നാർ എന്നുള്ളതിൻ്റെ ആംബിയൻസ്. ചുമ്മാ അവിടെ ഇരുന്നാൽ മതി. ഈ വ്യൂ വിത്ത് ദി ചായ വിത്ത് പഴംപൊരി. നമ്മുടെ രവിചേട്ടൻ നമ്മുടെ റിസോർട്ടിലെ ആളാണ്. പുള്ളി നമ്മളെ കൊണ്ട് ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റം ഹിൽസ് ഫാൻറ്റം ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ കഴുത്ത്. പക്ഷേ അവിടെ വ്യൂ പോയിൻ്റാണ്, ഡാമിൻ്റെയും സൺസെറ്റൊക്കെ ഉള്ളതാണ്. പക്ഷെ ഫുൾ കോടയായതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതും ഒരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മളീ ഒരു സ്ഥലത്ത് വന്നിട്ട് കുറച്ച് ദൂരം പുറത്തിറങ്ങി നടക്കുക, അതും പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ഒരാളുടെ കൂടെ നടക്കുക എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും മാത്രം, ഞാനും അക്ഷയും, ഞാൻ പരിചയപ്പെടുത്തിയില്ല, അക്ഷയാണ് കേട്ടത് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഞാനും അക്ഷയും കൂടെ നമ്മുടെ ചേട്ടൻ്റെ കൂടെ കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ചേട്ടൻ പറയുന്നത് അടുത്ത ഒരു 3-4 മാസത്തേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, കോട തന്നെ ആയിരിക്കും. വ്യൂ പോയിൻറ്റിൽ വല്ലപ്പോഴും ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാണ് നല്ലത്. ഈ മഴയായതുകൊണ്ട്, മീൻസ് ഈ ഒരു കാലമായതുകൊണ്ട് രാവിലെ ആകുമ്പോൾ അത്ര കോട ഉണ്ടാവില്ല. ഈവനിങ് ഒരു 4 മണി കഴിഞ്ഞ് ഫുൾ കോടയായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എവിടെയും മഴയില്ല, നമ്മുടെ നാട്ടിലും മഴയില്ല. ചേട്ടൻ നമുക്കൊരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നെ, ഏകദേശം 1/2 കിലോമീറ്റർ ലാഭിക്കാമെന്നാണ് ചേട്ടൻ പറയുന്നത്. മഴ തന്നെയുള്ള കയറ്റാ, അതുകൊണ്ട് കിതപ്പുണ്ടാവും. പക്ഷേ ആംബിയൻസ് ഷോർട്ട് കട്ട് വഴി തരിക എന്ന് പറഞ്ഞാൽ കിതച്ച് പണ്ടാറാണ്. കിതപ്പ് നമ്മൾ ടിപ്പൊക്കെ എടുത്തിട്ട് വേണം വരാൻ. ഇപ്പോൾ നമ്മൾ മര്യാദയ്ക്കുള്ള റൂട്ടിൽ കയറി. ഇനി അടുത്തത് ഇനി അടുത്ത ഷോർട്ട് കട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. വാ കിടു ചേട്ടാ, എന്നെ കാണുമ്പോൾ തന്നെ ഒരു ഒന്നൊന്നര ഫീല്. അത് ശരി. ചേഞ്ചായി. ഇനി അങ്ങോട്ട് പുൽമേടാണ് കേട്ടോ. നമ്മളിതൊക്കെ ആസ്വദിച്ച് നടക്കുന്നത് ഒക്കെ സഹിക്കാം. പക്ഷെ സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് എന്താ അവനൊക്കെ വിളിക്കേണ്ടതല്ലേ. ഞാൻ സ്വന്തമായിട്ട് കുപ്പി തിരിച്ച് താഴേക്കിറക്കി പോകാൻ പറ്റാത്ത എന്തിനാണ് ഈ മല കയറി. അപ്പോൾ നമ്മൾ നടന്ന് മെയിൻ പോയിൻ്റ് എത്താറായിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ചു പോകുന്ന പ്ലാൻ ചെയ്തത്. പക്ഷെ നടന്നു തുടങ്ങി ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെയും നടന്നങ്ങോട്ട് വന്നു. അതാണ് യഥാർത്ഥ സ്പിരിറ്റ് കേട്ടോ. കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ കാണേണ്ട കാഴ്ച. പക്ഷേ ഇപ്പോൾ കാഴ്ച അണ്ണാ താങ്ക്സ്. കുറച്ചു നേരം നമ്മളവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ കോടയെല്ലാം മാറിയ സമയത്ത് എടുത്ത വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ട് പോയ സ്ഥലവും അവിടെ നമ്മൾ ഇരുന്ന ആ ഒരു പോയിൻ്റൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ എനിക്ക് കാണാൻ സാധിച്ചത് പ്രകൃതിയുടെ മാറി മറയുന്ന മുഖങ്ങളായിരുന്നു. പെട്ടെന്ന് കോട മാറി വെയിൽ വരുന്നു.
ഈ റിസോർട്ടിനോട് ചേർന്ന് കുറച്ച് കോട്ടേജുകളൊക്കെ ഉണ്ട്. അതവിടുത്തെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ താമസിക്കുന്നതാണ്. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് വീടുകൾ മാത്രം. പ്രകൃതിയോട് 100% യോജിച്ച രീതിയിലാണ് അവിടുത്തെ ഓരോ കെട്ടിടങ്ങളും, അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന അവിടെയാണ് ബോസ് പീക്കും തൊട്ടിപ്പുറത്ത് കൊളുക്കുമലയൊക്കെയുള്ള. നമ്മളതുമായിട്ട് ചുറ്റിപ്പെട്ട സ്ഥലത്താണല്ലോ, സൂര്യനെല്ലി തന്നെയാണല്ലോ. ഇവിടെ കോട ജസ്റ്റ് ഇപ്പോൾ കുറഞ്ഞ് നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിലും നമ്മളെ ചുറ്റും ഈ സറൗണ്ടിങ്സ് ഒരു 100 മീറ്റർ ചുറ്റളവിലായി നടക്കുന്നത്. 100 മീറ്റർ ചുറ്റളവിലാണ് ഈ ആംബിയൻസ് മുഴുവനുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരുപാട് ദൂരം വണ്ടി എടുത്ത് പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വെക്കേഷന് പോകുമ്പോൾ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങൾ കാണാതെ ആ റിസോർട്ടിന് ചുറ്റും ഒന്ന് ചുമ്മാ നടന്നാൽ മതി. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടാനാണ് ഞാൻ പറഞ്ഞ ഈ ട്രാവൽ ഫയൽ എന്ന് പറഞ്ഞ പേജ്. ആ ഒരു വഴി ഞാൻ പോയ പ്രോപ്പർട്ടീസ് എല്ലാം കിടിലുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ പ്രദേശത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ റിസോർട്ടെത്തി. റിസോർട്ടിൽ നല്ല ഗംഭീരമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൈൻ ഓഫ് പറയുകയാണ്. സൂര്യനെല്ലിയിലെ ഈ റിസോർട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ പോകുന്നത് അടിമാലിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടും ഇതിൻ്റെ വീഡിയോസും ഇതിൻ്റെ ചുറ്റുപ്പെട്ട സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ റിസോർട്ടിലേക്കും ഈ ട്രാവൽ ഫയൽ എന്ന് പറയുന്ന പേജും നമുക്ക് സ്പോൺസർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് തരുന്നത് എക്സ്പീരിയൻസും അതിൻ്റെ ക്വാളിറ്റിയുമാണ്. അപ്പോൾ ഇവിടുത്തെ 100% ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ അവരുടെ നമ്പറെല്ലാം ഇതിൻ്റെ താഴത്ത് കൊടുക്കാം, നിങ്ങളവരെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ വരുന്നത് അടിമാലി ഭാഗത്തുള്ളൊരു റിസോർട്ടിൽ നിന്നാണ്. സോ പിന്നെ ആനക്കുളമൊക്കെ ഉണ്ട് അതിനകത്ത്, നമുക്ക് ആനേനെയൊക്കെ കാണാൻ പറ്റിയ ഭാഗ്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.